നമുക്കേ ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ രസം എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. ആദ്യമേ ചട്ടി വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവ ഒന്നിട്ട് പൊട്ടിക്കണേ. പിന്നെ കുറച്ച് വറ്റൽമുളകും ചൂടാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കണം. ഇതൊന്ന് ചെറുതായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിന് ശേഷം ഒരു പകുതി തക്കാളിയൊക്കെ എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ഉടയുന്നവരെ വഴറ്റി കൊടുക്കുക. തക്കാളി നന്നായി ഉടഞ്ഞു എന്ന് തോന്നിയാൽ അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ പച്ചമണം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചതിട്ട് കൊടുക്കണം. എൻ്റെ കയ്യിൽ പൊടി ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പൊടിയാണ് ഇട്ടത്. ഇനി എല്ലാം വഴണ്ട് വരുമ്പോൾ ഒരു ചെറിയൊരു ഉണ്ട പുളി എടുത്തത് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം. പുളി പിഴിഞ്ഞ വെള്ളം ഒരു 1/2 കപ്പോളം ഞാൻ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം ഞാൻ ഒരു കപ്പോളം സാദാ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് രസത്തിൻ്റെ കുറുകൽ എങ്ങനെയാണെന്ന് വെച്ചിട്ട് വെള്ളം കുറച്ച് കൂടിയോ കുറഞ്ഞോ ഒഴിക്കാം. എനിക്ക് കുറച്ചിങ്ങനെ ഒന്ന് കുറുകിയിരിക്കുന്ന ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 1 കപ്പേ ഒഴിക്കുന്നുള്ളൂ. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. എന്നിട്ട് നല്ല തിള വരുന്ന വരെ നോക്കാം. തിള വന്ന ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സിമ്പിൾ, വളരെ എളുപ്പത്തിന് ഒരു ഒഴിച്ചു കറി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഉച്ചക്കത്തെ ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രസം റെഡിയാണ് കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ